ഇനിയും അന്താരാഷ്ട്ര വാർത്തകൾ കൂടി നോക്കണം. UN സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഭാരതം. ഭാരതത്തിനെതിരായ ഭീകരവാദ പ്രവർത്തനങ്ങളെ എല്ലാ കാലഘട്ടങ്ങളിലും പാകിസ്ഥാൻ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് സിന്ധു നദീജല കരാറിൽ നിന്നും ഭാരതം പിന്മാറിയത് എന്നാണ് UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, പട്ടാള മേധാവികൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് ചരിത്രത്തിൽ ഒരുപാട് തവണ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത രാഷ്ട്രീയമാണ് പാകിസ്ഥാൻ എന്ന വിമർശനം കൂടി ഭാരതം UN-ൽ ഉന്നയിക്കുന്നു. ആദ്യം പ്രതികരണം കാണാം, അതിനുശേഷം ഐസനിലേക്ക്. A serving non-permanent Security Council member that chooses to further this obsession in all meetings and platforms of the UN in pursuit of its divisive agenda cannot be expected to fulfill its designated responsibilities and obligations. India had entered into the Indus Waters Treaty 65 years ago in good faith, in a spirit of goodwill and friendship. Throughout these 6.5 decades, Pakistan has violated the spirit of the treaty by inflicting 3 wars and thousands of terror attacks on India. In the last 4 decades, tens of thousands of Indian lives have been lost in Pakistan-sponsored terror attacks, the most recent of which was a Pahalgam terror attack in April 2025, which involved religion-based targeted killings of 26 innocent civilians by Pakistan-sponsored terrorists. It is in this backdrop that India has finally announced that the treaty will be held in abeyance until Pakistan, which is a global epicenter of terror, credibly and irrevocably ends its support for cross-border and all other forms of terrorism. Pakistan, of course, has a unique way of respecting the will of its people by jailing a prime minister, by banning the ruling political party, and by letting its armed forces engineer a constitutional coup through the 27th Amendment and giving lifetime immunity to its Chief of Defence Forces. ഐസൺ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, ഭാരതത്തിന്റെ പ്രതിനിധി ഈ പഹൽഗാം ഉൾപ്പെടെയുള്ള ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ വർഷങ്ങളായി നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങൾ, പ്രത്യേകിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭീകരാക്രമണങ്ങൾ, അതിൻ്റെ എല്ലാം ചരിത്രം വിശദീകരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണല്ലോ UN സുരക്ഷാ കൗൺസിലിൽ ഭാരതം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ബോധ്യം ഒരർത്ഥത്തിലും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ചൂണ്ടിക്കാണിക്കുകയല്ലേ ഭാരതം ഇന്ന് UN കൗൺസിലിൽ സുരക്ഷാ കൗൺസിലിൽ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ഗൗതം, UN സുരക്ഷാ കൗൺസിലിൻ്റെ ഒരു സംവാദ വേദിയിലാണ് ശക്തമായ നിലപാട് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചത്. ഭാരതത്തിനെതിരായ നിലപാടുകൾ പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേക പ്രിവിലേജ് എടുത്താണ്. ആ പ്രിവിലേജ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് UN സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അംഗം, 2026 വരെ തുടരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട അംഗം എന്ന നിലയിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പദവി ദുരുപയോഗം ചെയ്ത് ഭാരതത്തിനെതിരെ അധിക്ഷേപങ്ങൾ തുടരുകയും ഭാരതത്തിനെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന ഘടകം എടുത്തു പറയുന്നത് പഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ച് 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ, ഭാരതീയരെ കൊന്നൊടുക്കിയ ഒരു ചരിത്രവും പാകിസ്ഥാനുണ്ട്. ഈ പാകിസ്ഥാനാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ പല രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നത്. 3 യുദ്ധം പാകിസ്ഥാൻ്റെ ഒരു പ്രൊവോക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് ഭാരതത്തിനെ നേരിടേണ്ടി വന്നു. അത്തരത്തിലുള്ള തുടർച്ചയായ ആക്രമണം ഭാരതത്തിന് നേരെ നടത്തിയതിന് ശേഷം ഈ പദവികൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന, ഭീകരതയുടെ ഒരു പ്രഭവ കേന്ദ്രമായി പാകിസ്ഥാൻ തുടരുകയാണ്. അതിന് ഇതുവരെ ഒരു മാറ്റമുണ്ടായിട്ടില്ല. മാത്രമല്ല, അത്തരം പ്രഭവ കേന്ദ്രമായി തുടരുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ ജനാധിപത്യത്തെയും ഈ ഭീകര സ്വഭാവമുള്ള സംവിധാനങ്ങൾ കശാപ്പ് ചെയ്യുകയാണ്. സൈനിക മേധാവിക്ക്, പ്രത്യേകിച്ച് അസീം മുനീറിനെയൊക്കെ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്. അസീം മുനീറിനെ ജീവിതകാലം മുഴുവൻ സുരക്ഷ ഒരുക്കുകയും അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, നിയമപരമായ സംരക്ഷണം ഒരുക്കുകയും അതുപോലെ തന്നെ ഭരണഘടനാപരമായ പിന്തുണ ഉറപ്പാക്കുകയും ഭരണഘടനാ ഭേദഗതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച പട്ടാള അട്ടിമറിക്ക് ഒരു സാധൂകരണം നൽകുകയും ചെയ്തൊരു രാജ്യമാണ്. ആ രാജ്യമാണ് ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതായ ഒരു രാജ്യമാണ്. ഇത്തരത്തിൽ ഈ രാജ്യം തുടർച്ചയായി ഭാരതത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ കൃത്യമായി പറയുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ പ്രതിനിധി തൻ്റെ ഈ അവസരത്തിലും, അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ സംവാദത്തിൻ്റെ അവസരത്തിലും ഇത്തരത്തിൽ ഭാരതത്തെ അധിക്ഷേപിക്കുന്നതിനും ഭാരതത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തിയതിന് കൃത്യമായ മറുപടിയാണ് പർവ്വതനേനി ഹരീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഗൗതം, UN സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെ എടുത്ത് കുടഞ്ഞിരിക്കുകയാണ് ഭാരതം. എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ ബോധമില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. ഭാരതത്തിനെതിരെ നിഴൽ യുദ്ധം ചെയ്യുന്ന, തീവ്രവാദികളെ മുന്നിൽ നിർത്തി നിഴൽ യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന UN സുരക്ഷാ കൗൺസിലിൽ ഭാരതത്തിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സിന്ധു നദീജല കരാറിൽ നിന്നും ഈ രാഷ്ട്രം വിഡ്രോ ചെയ്തത് എന്നാണ് UN സുരക്ഷാ കൗൺസിലിൽ ഭാരതം വ്യക്തമാക്കുന്നത്.